തെലുങ്കിലെ നായകന്മാരിൽ മുൻനിരയിലുള്ള ഒരു താരമാണ് മഹേഷ് ബാബു. വൻ പ്രതിഫലമാണ് മഹേഷ് ബാബു സിനിമകൾക്ക് ലഭിക്കാറുള്ളത്. പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് സിനിമാ ലോകത്തേക്ക് മഹേഷ് ബാബു വിശേഷിപ്പിക്കപ്പെടുന്നതും. ഫോൺ പേയുമായുള്ള മഹേഷ് ബാബുവിന്റെ ഡീലിന് കോടികളാണ് പ്രതിഫലമായി ലഭിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഓൺലൈൻ പണമിടപാടുകൾ സംബന്ധിച്ച് അറിയിക്കാൻ താരങ്ങളുടെ ശബ്ദം ഫോൺ പേ അടുത്തിടെ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. മലയാളത്തിൽ മമ്മൂട്ടിയുടെ ശബ്ദമാണ് ഉപയോഗിച്ചത്. തെലുങ്കിലാകട്ടെ മഹേഷ് ബാബുവിന്റെ ശബ്ദവും. 5 സെക്കൻഡ് മാത്രം ശബ്ദം നൽകാൻ താരത്തിന് വൻ പ്രതിഫലമാണ് ലഭിച്ചത് എന്നും ഏകദേശം 5 കോടിയാണ് എന്നും Dollywood.com റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പണമിടപാട് പൂർത്തിയാക്കിയാൽ ഫോൺ പേ താരങ്ങളുടെ ശബ്ദത്തിൽ സ്മാർട്ട് സ്പീക്കറുകളിൽ അത് കേൾപ്പിക്കുന്നതാണ് പുതിയ സംവിധാനം. പണം ലഭിച്ചുവെന്ന നന്ദി പറഞ്ഞ് താരങ്ങളുടെ ശബ്ദത്തിൽ ഉപയോക്താക്കളെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ഫീച്ചർ പെട്ടെന്ന് ജനപ്രിയമായി. എന്തായാലും നടൻ മഹേഷ് ബാബു വാങ്ങിക്കുന്ന തുകയും ഞെട്ടിക്കുന്നതാണ് എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഗുണ്ടൂർക്കാരമാണ് മഹേഷ് ബാബുവിൻ്റെതായി ഒടുവിൽ എത്തിയത്. വമ്പൻ ഹൈപ്പിലെത്തിയ ഒരു സിനിമയായിട്ടും മഹേഷ് ബാബു വലിയ പ്രതിഫലമല്ല വാങ്ങിച്ചത് എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മഹേഷ് ബാബുവിന് ആകെ 50 കോടി രൂപയാണ് ലഭിച്ചത് എന്നായിരുന്നു അനൌദ്യോഗിക റിപ്പോർട്ട്. ത്രിവിക്രമാണ് ഗുണ്ടൂർക്കാരം സിനിമ സംവിധാനം ചെയ്തത്. തിരക്കഥ എഴുതിയതും ത്രിവിക്രമാണ്. ജയറാമും ഒരു പ്രധാന കഥാപാത്രത്തിൽ ചിത്രത്തിൽ വേഷമിട്ടിരുന്നു. ഗുണ്ടൂർക്കാരം എന്ന ചിത്രത്തിന്റെ സംഗീതം S. തമൻ നിർവഹിച്ചപ്പോൾ റിലീസിന് മുമ്പേ പാട്ടുകൾ ഹിറ്റായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.